والسلام على أفضل رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد فأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ബഹുമാനമുള്ള സദാത്തുക്കൾ, പണ്ഡിതന്മാർ, മുതഅല്ലിമീൻ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് അവന്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കെല്ലാവർക്കും ഒരു കാരണമാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഈ സ്ഥാപനം അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അവൻ പൊരുത്തപ്പെടുന്ന അവന്റെ ദീനീ രംഗത്ത് സേവനം ചെയ്തുകൊണ്ട് മുന്നേറുന്ന ഒരു ഉയർന്ന സ്ഥാപനമാക്കി ഉയർത്തി തരുമാറാകട്ടെ. അതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറുകളും ബറക്കത്തുകളും വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സദസ്സിലേക്ക് വരുന്നവരുണ്ട്, സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. പല ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നു ഇവിടുത്തെ പരിപാടികളിൽ സംബന്ധിക്കുന്നവരുണ്ട്. നമ്മുടെയും അവരുടെയും എല്ലാവിധ ഉദ്ദേശങ്ങളും അർഹമുർ റഹീമീനായ റബ്ബ് ഈ എളുപ്പത്തിൽ പൂർത്തിയാക്കി തരുമാറാകട്ടെ. നമ്മുടെ മഹത്തുക്കളായ സാദാത്തുകൾ ഇവിടെ സംബന്ധിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടും പതാക ഉയർത്തിക്കൊണ്ടും ദുആ ചെയ്തുകൊണ്ടും തറക്കല്ലിട്ടുകൊണ്ടും മറ്റും എല്ലാം ചെയ്തുകൊണ്ട് നമ്മിൽ ഈ സ്ഥാപനവുമായി എല്ലാ നിരക്കും ഇടപഴകിയിട്ടുള്ള മഹത്തുക്കളായ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, ബഹുമാനപ്പെട്ട വൈലത്തൂർ അൽ ഹസനി കുടുംബത്തിൽപ്പെട്ട തങ്ങളവറുകൾ, അവർക്കും അതുപോലെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പ്രവർത്തകന്മാരും നേതാക്കന്മാർക്കും അല്ലാഹു തആല ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് ഖമറുൽ ഉലമ ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ വരുന്നുണ്ട്. എല്ലാവിധ ആഫിയത്തോടു കൂടെയുള്ള എല്ലാ ഇസ്സത്തോടു കൂടെയുമുള്ള ദീർഘായുസ്സ് മഹാനവർക്കും നമ്മുടെ എല്ലാ പ്രവർത്തകന്മാർക്കും എല്ലാ നേതാക്കന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹമായി നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈ നാട്ടിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദീനീ സ്ഥാപനം, ഇവിടെ കുറെ ഈ നാട്ടുകാരായ വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന മദ്രസ ഇവിടെയുണ്ട്. നല്ല രൂപത്തിൽ ആവശ്യമാകുന്ന ദീനിന്റെ നിയമങ്ങൾ അത് ശരിക്ക് പഠിച്ച് ബാബയിലേക്ക് വരാനിരിക്കുന്ന ഇവിടെയുള്ള ഈ സഹോദരന്മാരെയും സഹോദരിമാരെയും ബാബയുടെ വലിയ പ്രതീക്ഷയായി വളർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന സ്ഥാപനമാണ് മദ്രസ. നമ്മുടെ മദ്രസ പഠനത്തിൽ നിന്നാണല്ലോ നമ്മൾ ദീനിയെ സംബന്ധിച്ചുള്ള ആദ്യമായ അറിവുകൾ നാം കരസ്ഥമാക്കുന്നത്. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ ആദ്യം അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്, അവിടുത്തെ കുടുംബത്തെ സംബന്ധിച്ച്, അവിടുത്തെ പിതാവിനെ സംബന്ധിച്ച്, അവിടുത്തെ മാതാവിനെ സംബന്ധിച്ച് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിറം എന്താണെന്ന്, അവിടുത്തെ വലിപ്പം എങ്ങനെയായിരുന്നു എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പിഞ്ചോമരകൾക്ക് ചെറുപ്പത്തിലെ പഠിപ്പിച്ച് ഇസ്ലാമികമായ വിശ്വാസം ശരിക്കും രൂഢമാക്കിയിട്ടാണ് ഏത് കാലത്തും ഇവിടെ മുന്നോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പെട്ടെന്നങ്ങ് പറഞ്ഞാൽ അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ അയാൾക്ക് സാധ്യമാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം സൃഷ്ടിച്ചത്, എല്ലാവരെയും സംരക്ഷിക്കുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ നേരിട്ട്
നേരിട്ട് നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാനുള്ള കൽപ്പന ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്ന രൂപത്തിൽ പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവിന്റെ ഓരോ സിഫത്തുകൾ എന്താണ്, അല്ലാഹുവിന്റെ കലാമുകൾ എന്താണ്, അല്ലാഹുവിന്റെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും അത് അതിൻ്റെതായ രൂപത്തിൽ മനസ്സിലാക്കി തരാൻ കഴിവുള്ളവർ അല്ലാഹു നിയോഗിച്ചിട്ടുള്ള പ്രവാചകന്മാരാണ്. ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്, ഈ മനുഷ്യവർഗത്തിന്റെ ഉദ്ഘാടനം അല്ലാഹു നിർവഹിക്കുന്നത് ഒരു പ്രവാചകനെ കൊണ്ടാണ്. മഹാനായ അബുൽ ബശർ മനുഷ്യപിതാവാകുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് ലോകത്ത് ആദ്യമായി അല്ലാഹു സൃഷ്ടിക്കുന്നത്. അത് തന്നെ ഈ ലോകത്ത് ഒരു മനുഷ്യനും അവന്റെ സ്വന്തം ബുദ്ധി കൊണ്ട്, അവൻ ബുദ്ധി എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും അവന്റെ ബുദ്ധി കൊണ്ട് അവൻ അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ കഴിവില്ല. അവൻ ആ കാര്യം പഠിച്ചെങ്കിലേ സാധ്യമാവുകയുള്ളൂ. ലഭ്യമാകുന്നത് പഠിക്കൽ കൊണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ. പഠിക്കാതെ ആർക്കും തന്നെ ഒരു വിഷയം അറിയാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പഠനരംഗത്ത് ഏറ്റവും വലിയ മുൻപന്തിയിൽ പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് ആദ്യം മുതൽക്കേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മത്തുകൾ തന്റെ മക്കളുമാകുന്ന പരമ്പരയാണെങ്കിൽ അവർക്ക് ആവശ്യമാകുന്ന ദീനീ കാര്യങ്ങളെ മുഴുവനും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ആവശ്യമാകുന്ന സമയത്ത് അമ്പിയാക്കന്മാരുടെ അധ്യാപനങ്ങൾ ഇവിടെ ആവശ്യമായി വരുന്ന സമയത്തൊക്കെയും ആവശ്യമുള്ള പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കായ പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെയും അല്ലാഹുവിന്റെ ദീൻ ഇവിടെ പഠിപ്പിച്ചു പോന്നിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു പോന്നിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ പഠിച്ചിരിക്കുന്ന, മലക്കുകൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച് അവിടുത്തെ മക്കളും പേരമക്കളും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന, ലോകത്തിന്റെ ഉൽപ്പത്തി മുതൽ ഇവിടെ എല്ലാവരും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു വിശ്വാസം മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുത്ത് സ്വീകാര്യമാകുന്ന മതം ദീനുൽ ഇസ്ലാം മാത്രമേ ഉള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി സംശയം തീർത്തുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അരികിൽ സ്വീകാര്യമായത്, അല്ലാഹു അംഗീകരിക്കുന്നത് അത് ഇസ്ലാം ഒന്ന് മാത്രമാണ്. ഈ ഇസ്ലാമിനെ ഇവിടെ പൂർവിക കാലം മുതൽ പഠിപ്പിച്ചു വന്നിരിക്കുന്ന, ഏറ്റവും അധികം അതിനെപ്പറ്റി വിശാലമായി പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത് അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വന്നതോടുകൂടെ ഇനി ലോകത്ത് ഒരാളും തന്നെ പഠിപ്പിക്കാൻ ആവശ്യമാകുന്ന ഒരു വിഷയവും ഇവിടെ ബാക്കി വെച്ചിട്ടില്ല. എല്ലാ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വൈദാ ഖീല ലഹും ആമിനു കമാ ആമന الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء. ആ ജനങ്ങളോട് നിങ്ങൾ വിശ്വസിക്കണം. ഏതുപോലെ വിശ്വസിക്കണം? എന്റെ നബിയുടെ ശിഷ്യന്മാരാകുന്ന സഹാബത്തുൽ കിറാം, സഹാബത്തുൽ കിറാം മുഹാജിറുകളും അൻസാറുകളുമായ സഹാബിമാർ, സഹാബിയാത്തുകൾ എങ്ങനെയാണോ വിശ്വസിച്ചിരിക്കുന്നത് ആ രൂപത്തിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നവരോടങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ
അങ്ങനെ വിശ്വസിച്ചെങ്കിലേ നിങ്ങൾ നല്ലവരായി തീരുകയുള്ളൂ. അങ്ങനെയുള്ള വിശ്വാസമുണ്ടെങ്കിലേ എന്റെ അടുത്ത് സ്വീകാര്യതയുള്ളൂ, ഞാൻ അത് മാത്രമേ അംഗീകരിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുവീൻ എന്നവരോട് അങ്ങ് പറയപ്പെട്ടാൽ അവരെ പ്രതികരണം എന്താണെന്ന് ഖുർആനിൽ തന്നെ പറയുന്നു. അനുഉമിനു ഖാലൂ അനുഉമിനു കമാ ആമന സുഫഹാ. വിഡ്ഢികൾ വിശ്വസിക്കുന്നത് പോലെ നമ്മൾ വിശ്വസിക്കുകയോ? സഹാബത്തിനെ സംബന്ധിച്ചുകൊണ്ട് ഇവരെ മനസ്സിലാക്കുന്നത്, ആ കാലത്തുള്ള ആളുകൾ ശരിയായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കാത്ത ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൈബിയായ അറിവുകളുണ്ട്, മറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവുകളുണ്ട്. നമ്മളൊന്നും കാണാത്ത കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നുണ്ട്, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അറിയുന്നുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരിപൂർണമായി പിൻപറ്റിയ ആളുകൾക്കും അങ്ങനെയുള്ള ചില പ്രത്യേക ഗുണങ്ങൾ ഉണ്ട്. എന്ത് കാര്യങ്ങൾ അംഗീകരിക്കാൻ പറഞ്ഞാൽ അക്കാലത്തുള്ള ഉൽപ്പതിഷ്ണുക്കൾ എന്ന് പറയുന്ന അന്നുള്ള മുനാഫിക്കുകൾ പോലും ഇത് അംഗീകരിച്ചിരുന്നില്ല. അവര് പറഞ്ഞില്ലേ, മുഹമ്മദ് പറയുന്നത്, മുഹമ്മദിന്റെ മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന ആളാണ്, ഗൈബ് അറിയുന്ന ആളാണ്, ആകാശലോകത്ത് നിന്ന് വഹി വന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, നിങ്ങളെ കൽബിലുള്ള കാര്യങ്ങളൊക്കെയും അറിയുന്ന ആളാണ് എന്ന് പറയുന്ന മുഹമ്മദിന്റെ അവസ്ഥ എന്താണ്? മുഹമ്മദിന്റെ ഒട്ടകത്തെ കാണാതെയായ സമയത്ത് ആ ഒട്ടകത്തെ നോക്കി നടക്കാൻ മുഹമ്മദിന്റെ അനുയായികളെ വിട്ടിരിക്കുന്ന ആളല്ലേ മുഹമ്മദ്? നാം ചിന്തിക്കണം. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകത്തെ കാണാതെയാവുകയാണ്. ആ ഒട്ടകത്തെ കാണാതെയാകുന്ന സമയത്ത് ഒട്ടകങ്ങളെ തെരഞ്ഞുകൊണ്ട് സഹാബത്ത് നടക്കുകയാണ്. ഈ നടക്കുന്ന സമയ സംഭവത്തെ സംബന്ധിച്ചാണ് അവിടെയുള്ള മുനാഫിക്കുകൾ പറയുന്നത്, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവനാണ് മുഹമ്മദ് എന്നാണല്ലോ മുഹമ്മദിന്റെ വാദം. ആ മുഹമ്മദിന്റെ ഒട്ടകം ഇവിടുന്ന് കാണാതെയായിട്ട് അതെവിടെയാണെന്ന് കണ്ടെത്താൻ മുഹമ്മദിന് കഴിവില്ല. ഇങ്ങനെയുള്ള മുഹമ്മദാണോ വഴി അറിയുന്ന ആൾ? ഇങ്ങനെയുള്ള മുഹമ്മദാണോ ആകാശലോകത്ത് നിന്ന് ദിവ്യ സന്ദേശം ലഭിക്കുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന സമയത്തതാ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പറഞ്ഞിരിക്കുന്ന മുനാഫിഖീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, എന്റെ ഒട്ടകമതാ ഇന്ന മലയിൽ ഇന്ന മരത്തിന്റെ കുറ്റിയില്ലതാ അതിന്റെ കയറ് കുടുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാനത് കാണാത്തത് കൊണ്ടല്ല, ഞാനത് അറിയാത്തത് കൊണ്ടല്ല, അറിയുന്ന കാര്യങ്ങൾ മുഴുവനും പ്രഖ്യാപിക്കാൻ പറ്റുകയില്ലല്ലോ. ഈ ഭൗതിക ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭൗതികമായ ലോകത്തിന്റെ പല നിയമങ്ങളും പാലിക്കേണ്ടതുണ്ട്. ഏതെല്ലാം രൂപത്തിലാണ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ അത്ഭുതങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത്? ഏതെല്ലാം രൂപത്തിലാണ് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒരു തുള്ളി വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന അറേബ്യ, മരുഭൂമിയിൽ ചെന്നാൽ വെള്ളം കിട്ടാൻ മാർഗമില്ലല്ലോ. അറേബ്യയിലുള്ള ആളുകൾ 1500 മതിലേറെയും സഹാബത്ത് വെള്ളം കിട്ടാതെ കുടിക്കാനും വെള്ളമില്ല, വുളൂ ചെയ്യാനും വെള്ളമില്ല, കുളിക്കാനും വെള്ളമില്ല, ശൗച്യം ചെയ്യാനും വെള്ളമില്ല, ഒന്നിനും വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഒരു പാത്രത്തിൽ അല്പം വെള്ളം ആരോ കൊണ്ടുപോയി കൊടുത്ത സമയത്ത് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ അതാ അതിലേക്ക് അങ്ങ് വെക്കുകയാണ്. വെള്ളത്തിലേക്ക് അങ്ങോട്ട് വെക്കേണ്ട താമസം അതാ ആ പാത്രത്തിൽ അതാ ഈ കൈവിരലിന്റെ ഇടയിലൂടെ വെള്ളം അതാ പൊട്ടി വരികയാണ്. അന്നുള്ള ആളുകൾ മുഴുവനും അതാ അതുകൊണ്ട് വുളൂ എടുക്കുകയാണ്. എല്ലാവരും അതുകൊണ്ട് അവരെ ആവശ്യങ്ങളൊക്കെയും നിർവഹിക്കുകയാണ്. ഉള്ള പാത്രങ്ങളിൽ വെള്ളം എടുത്തുകൊണ്ട് ശേഖരിച്ചു വെക്കുകയാണ്. ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാർ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ യലിഹി മാഉ സംസം ഫൽ കൗസരി
فنيل مصرى ثم باقي الأنهر. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കയ്യിന്റെ വിരലിന്റെ ഇടയിൽ നിന്ന് പൊട്ടി ഒലിച്ചിരിക്കുന്ന വെള്ളം, അതാണ് ലോകത്തുള്ള ദുനിയാവിലുള്ള എല്ലാ വെള്ളങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അത് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഈ സംസം വെള്ളത്തിനേക്കാളും എന്ന് മാത്രം നൽകുന്ന ഹൗദുൽ കൗസറിലെ വെള്ളമില്ലേ, ആ വെള്ളത്തിനേക്കാളൊക്കെയും ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈവിരലുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒലിപ്പിച്ചിരിക്കുന്ന വെള്ളമാണ്. നാം ചിന്തിക്കേണ്ടതല്ലേ, ലക്ഷക്കണക്കിനായ ആളുകൾക്ക് അത് കുടിക്കണോ, അത് ഒതുക്കാൻ വേണോ, അതുകൊണ്ട് കുളിക്കാൻ വേണോ, മറ്റാവശ്യങ്ങൾക്ക് വേണോ, എങ്കിൽ എല്ലാവർക്കും മതിയാകുന്ന വെള്ളം ആ കയ്യിൽ നിന്ന് ഉറവ് പൊട്ടി ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള സഹാബത്തുൽ കിറാം ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാലത്തുള്ള ആളുകളോട് പറയുകയാണ്, എനിക്ക് എന്റെ ഒട്ടകം എവിടെയാണ് ഉള്ളതെന്ന് അറിയാത്തത് കൊണ്ടല്ല, ഞാൻ എന്റെ ഒട്ടകത്തെ എന്റെ സഹാബത്ത് തെരഞ്ഞു നോക്കുമ്പോൾ അവർ അല്ലാഹുവിന് വേണ്ടിയാണ് ആ പ്രവർത്തനം ചെയ്യുന്നത്. ആ പ്രവർത്തനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന പ്രതിഫലം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ പ്രതിഫലങ്ങൾ അവർക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതിനുവേണ്ടി പരിശ്രമിക്കട്ടെ. ഞാൻ അറിയുന്ന കാര്യങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രം മതിയാവുകയില്ലല്ലോ. അഷ്റഫുൽ ഖൽഖിനെ സംബന്ധിച്ച് സഹാബത്ത് എന്താണ് പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു കത്തയച്ചില്ലേ, മക്കയിലേക്ക് കത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുപോലെ സഹാബത്തും അതാ നിങ്ങളിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. നിങ്ങളുടെ രാജ്യത്തേക്ക് അതാ വരുന്നു. ഒരിക്കലും തന്നെ നിങ്ങൾക്ക് തടയാൻ കഴിവില്ലാത്ത അതിഭയങ്കരമായ സൈന്യവുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു അവിടെ പ്രഖ്യാപിച്ചത് നിങ്ങൾക്കറിയാമോ? മുശ്രിക്കുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളിലേക്ക് വന്നാലും നിങ്ങളെ നാമാവശേഷമാക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്ക് ഒരു സമൂഹത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സമൂഹത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ തങ്ങളെ കൂടെ ആരുമില്ലെങ്കിലും തങ്ങൾ ഒറ്റക്കാണെങ്കിലും യുദ്ധത്തിൽ തങ്ങൾ ജയിക്കുക തന്നെ ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട ബദറിൽ പങ്കെടുത്തിരിക്കുന്ന ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു മുശ്രിക്കുകളിലേക്ക് കത്തയച്ചിരിക്കുന്ന കാര്യം ബുഖാരി ഉദ്ധരിച്ചതാണ്, അത് മുസ്ലിം ഉദ്ധരിച്ചതാണ്, എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളും ഉദ്ധരിച്ചതാണ്. നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണോ വിശ്വസിച്ചത്, അങ്ങനെ വിശ്വസിക്കുന്നവൻ മാത്രമേ മുഅ്മിനാവുകയുള്ളൂ. അതുകൊണ്ടാണ് വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, ജനങ്ങൾ എങ്ങനെയാണോ വിശ്വസിച്ചിരിക്കുന്നത്, സഹാബത്ത് എങ്ങനെയാണോ വിശ്വസിച്ചിരിക്കുന്നത്, അതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുന്ന കാര്യത്തിൽ അവിടെ എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാകുന്ന ആളുകൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള പവറുകൾ, അവിടുത്തെ മഹത്വങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാതെ എത്ര തന്നെ അല്ലാഹുവിനെ മദ്ഹ് ചെയ്തത് കൊണ്ട്, എത്ര തന്നെ അല്ലാഹുവിനെ നിസ്കരിച്ചത് കൊണ്ട്, അല്ലാഹുവിനെ എത്ര തന്നെ വിശ്വസിച്ചുകൊണ്ട് പുകഴ്ത്തിയത് കൊണ്ട് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമേ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മേഖലയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉയർത്തി വെച്ചിട്ടുണ്ട്.
വറഫൈനാ ലക ദിക്റക. നബിയെ തങ്ങൾക്കുള്ള പരാമർശങ്ങൾ, തങ്ങൾക്കുള്ള ദിക്റുകൾ, മഹത്വങ്ങൾ അതെല്ലാം നാം അങ്ങേക്ക് വേണ്ടി അങ്ങേയറ്റം ഉയർത്തി തന്നിട്ടുണ്ട്. അവിടെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി ലാ ഉദ്കറു ഇല്ലാ വതുദ്കറു മഈ. നബിയെ ഒരിക്കൽ തന്നെ എന്നെ എവിടെ പറഞ്ഞോ, അല്ലാഹുവായ എന്നെ സംബന്ധിച്ച് എവിടെ ആരെങ്കിലും പരാമർശിക്കുന്നുണ്ടോ അവിടെ തങ്ങളെപ്പറ്റി പരാമർശിക്കപ്പെടാതിരിക്കുകയില്ല. നാം മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിലുള്ള മുഴുവൻ സാധനത്തിന്മേലും അതാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള ഉല്ലേഖനം എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. സ്വർഗ്ഗത്തിലെ മുഴുവൻ സാധനങ്ങളിലും അതുണ്ട്. ഹൂറുല്യങ്ങളിൽ അത് രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ മരങ്ങളിലും പഴങ്ങളിലും അതുണ്ട്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഹിജറ വന്ന ശേഷമാണല്ലോ ഇവിടെ ഈ വാങ്ങി ശറയാക്കിയിട്ടുള്ളത്. ഹിജറ പോകുന്നതിന്റെ മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന്റെ മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാനാരോഹണം എന്ന് പറയുന്ന മിഅ്റാജിന്റെ യാത്ര നടത്തിയിട്ടുള്ളത്. ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ലാത്ത എത്ര തന്നെ സംവിധാനങ്ങൾ കണ്ടെത്തിയാലും അതുപോലെ ഒരു യാത്ര നടത്താൻ ലോകത്താർക്കുമേ സാധ്യമല്ല. അങ്ങനെയുള്ള ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പസമയത്തിന്റെ ഉള്ളിൽ ലോകം മുഴുവനും സഞ്ചരിക്കുകയാണ്. ലോകത്തുള്ള ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളെയും കാണുകയാണ്. എല്ലാ ആളുകളെയും കാണുകയാണ്. എല്ലാവരുമായി സംവദിക്കുകയാണ്. മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെ കാണുകയാണ്. എല്ലാ അമ്പിയാക്കന്മാരെയും എല്ലാ ആളുകളെയും കാണുകയാണ്. അങ്ങനെ എല്ലാ സ്ഥലത്തും എത്തിയിട്ട് വളരെ അങ്ങേയറ്റം ഉയർന്ന സ്ഥലങ്ങളിലൊക്കെയും എത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദർശിക്കാത്ത ഒരു സ്ഥലവും ഇനി ബാക്കിയില്ല. എല്ലാ സ്ഥലങ്ങളും ദർശിച്ചുകൊണ്ട് ആ പോക്ക് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ആ പോകുന്ന സ്ഥലങ്ങളൊക്കെയും വലിയ രൂപത്തിൽ അലങ്കരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിശദീകരിച്ചത് മഹാനായ ഇമാമുൽ ബുഖാരി അതുപോലെ ഇമാം മുസ്ലിം ഉൾപ്പെടെയുള്ള മുഴുവൻ ഹദീസിന്റെ ലോകവും ഹദീസിന്റെ അയിമ്മത്തുകൾ മുഴുവനും വളരെ വസ്തുനിഷ്ഠമായി ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന സംഭവത്തിൽ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ വേണ്ടി ഒറ്റക്കല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോകുന്നത്. ആ സമയത്ത് കൂടെ വരാനുള്ള അവകാശം പോലും മലക്കുകളിൽ ഏറ്റവും പ്രധാനിയാകുന്ന ഏറ്റവും വലിയ നേതാവാകുന്ന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും കൂടെ വരാൻ അവകാശമില്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ അർഹതയുള്ളൂ. എന്ന് മാത്രമല്ല, അങ്ങ് പോകുന്ന സമയത്ത് അവിടെ നദാ കേൾക്കുന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഈ വാക്കുകൾ കേൾക്കുകയാണ്. അന്ന് ഇവിടെ വാക്ക് നിയമമാക്കിയിട്ടില്ല. വാക്കിനെ പറ്റി ഇവിടെ ചർച്ചയും നടന്നിട്ടില്ല. ഹിജറിന്റെ മുമ്പാണ് ഈ സംഭവം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ വാക്കിനതാ അല്ലാഹു തആല ഉത്തരം ചെയ്യുന്നു, അന അക്ബർ അന അക്ബർ, ഞാൻ തന്നെയാണ് വലിയവൻ, ഞാൻ തന്നെയാണ് വലിയവൻ. അങ്ങനെ വീണ്ടും അതാ വാക്കിന്റെ വാക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അത് കേൾക്കുമ്പോഴും വീണ്ടും അല്ലാഹു തആല അന അക്ബർ അന അക്ബർ, ഞാൻ തന്നെയാണ് വലിയവൻ. അതുപോലെ വാക്കിന്റെ എല്ലാ വാക്കുകളും പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ള വാങ്കത ഈ മിഅ്റാജിന്റെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കേൾക്കുകയാണ്. ആ കേൾക്കുന്ന സമയത്ത് എത്രമാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആ ബഹുമാനവും ആദരവും എത്രയാണ്. അവിടെയുള്ള ആളുകൾ എല്ലാ സമയത്തും, അവിടെയുള്ള മലക്കുകളും മറ്റു ലോകങ്ങളും എല്ലാ സമയത്തും ഇതാ ഈ വാങ്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കൊടുക്കുന്ന വാങ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുകയാണ്. നമുക്കും സുന്നത്താണല്ലോ വാങ്ക് കേൾക്കുമ്പോൾ എല്ലാ സംസാരങ്ങളും നിർത്തിവെക്കണം. എല്ലാ സംസാരങ്ങളും വാങ്ക് കൊടുക്കുമ്പോൾ നിർത്തിവെക്കണം. അതുപോലെ എല്ലാ ജോലികളും നിർത്തിവെച്ച് വാങ്കിന് ശരിക്കും ഉത്തരം പറയേണ്ടതുണ്ട്. അങ്ങനെ വാങ്കിന് ഉത്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ
ആളുകൾക്ക് മാത്രമേ വിജയിക്കാൻ സാധ്യമാവുകയുള്ളൂ. അവർക്ക് അങ്ങനെ ഭയങ്കര ബഹുമാനിക്കൽ വലിയ നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ ബഹുമാനിക്കുന്നില്ലയോ അവന്റെ ഈമാൻ കടത്തിലാകുന്നു. അവൻ ഒരു പക്ഷേ മുഅ്മിനല്ലാതെ മരിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചും ചെറുപ്പത്തിലെ പഠിപ്പിച്ച് വിശ്വസിക്കേണ്ടതായ മറ്റു കാര്യങ്ങൾ പഠിപ്പിച്ച് അങ്ങനെ പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഈ ലോകത്തിന് ആവശ്യമാകുന്ന നേതൃത്വങ്ങൾ നൽകാൻ പറ്റിയതായ വലിയ വലിയ മുതഅല്ലിമീങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമാകുന്ന കോളേജ് ദർസ് സംവിധാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും അതിലൊക്കെ നല്ല സഹകരണങ്ങളും സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവർ പള്ളിയിൽ കയറി ഇവിടുന്ന് അവരുടെ 5 വഖത്തുകൾ നിർവഹിക്കാൻ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറെ ദിവസം ക്ലാസുകളും എല്ലാം അങ്ങോട്ട് മാറ്റുകയും ചെയ്താൽ ഒരുപാട് സൗകര്യങ്ങൾ അതുകൊണ്ട് കിട്ടും. ചെറിയൊരു സ്ഥലത്തുള്ള ഒരു വലിയ സ്ഥാപനമാണല്ലോ നമ്മുടെ ഈ സ്ഥാപനം. ആ സ്ഥാപനത്തിന് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ ബുറുദയിൽ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ അവരുടെ ഭയങ്കരമായ സഹകരണങ്ങൾ അവരുടെ ഈ ദുആകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാപനങ്ങളെ ഒരുപാട് പുരോഗതിയിലേക്ക് അല്ലാഹു ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പുരോഗതിയും അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും അതുപോലെ ഇതുമായി സഹകരിക്കുന്നവരുടെയും ദീനുമായി സഹകരിക്കുന്നവരും എല്ലാ മുറാദുകളും അല്ലാഹു എളുപ്പത്തിൽ ഹാസിലാക്കി തരുമാറാകട്ടെ. എല്ലാവിധ ആഫത്തുകളെയും മുസീബത്തുകളെയും അല്ലാഹു തട്ടിമാറ്റി കളയുമാറാകട്ടെ. എല്ലാ സിഹ്റുകളും കണ്ണേറുകളും അല്ലാഹു ബാത്തിലാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.